പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ചെറിയ കോട തണുപ്പ് ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷത്തിലാണ് റെക്കോർഡിംഗ് നടക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:9. അവിടെ വചനം പറയാണ്, അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. ആരാണ് യേശുവിനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചത്? ഇതാണ് ചോദ്യം. പ്രിയ സഹോദരങ്ങൾ, അതിന് മുമ്പ് നമ്മൾ കാണുന്നുണ്ട് 28-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായമാണ്. അപ്പോൾ യേശുവിനെ കല്ലറയിൽ അടക്കി പിറ്റേ ദിവസം മഗ്ദലേന മറിയവും മറ്റേ മറിയവും കൂടിയിട്ട് ഓടി ചെല്ലുകയാണ്. അവിടെ യേശുവിനെ കാണാനില്ല. അപ്പോൾ ദൂതൻ പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് അവരെ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടി ശിഷ്യന്മാരെ വിവരം അറിയിക്കാനായിട്ട് ഓടി വരികയാണ് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക്. അപ്പോഴാണ് യേശു എതിരെ വരുന്നത്. യേശുവിനെ സമീപിച്ചപ്പോൾ പാദങ്ങളിൽ കെട്ടി, അതായത് ഒരു ക്രിസ്തു ശിഷ്യനെ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമാണ്, ഒരു മനോഭാവമാണ് അവൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിക്കുക, അവനെ ആരാധിക്കുക. ആരാധനയുടെ മനോഭാവം അതൊരു ക്രിസ്തു ശിഷ്യനിൽ ഉണ്ടാകണം. ഇന്ന് പ്രിയ സഹോദരങ്ങൾ, നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? യേശുവിൻ്റെ ഏറ്റവും ഉന്നതമായ സാന്നിധ്യമല്ലേ പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ നിൽപ്പ് യേശു അവിടെ ഉണ്ടാകും, യേശു ഗോതമ്പത്തിലുണ്ടാകും. നമ്മൾ ഈ കുർബാന സ്വീകരിക്കുന്ന രീതി തന്നെ ചിലർ കണ്ടു കഴിഞ്ഞ് ഇവന് യേശുവിനെ കുറിച്ച് എന്ത് ധാരണയുണ്ടായിട്ടാണ്. കാരണം ഒരു ക്രിസ്തു ശിഷ്യൻ്റെ മനോഭാവമാണ്. ക്രിസ്തുവിനെ കാണുമ്പോൾ ഹൃദയത്തിൽ ആനന്ദിച്ച് ജീവിതം മുഴുവൻ അവൻ അടിയറവ് വയ്ക്കുന്ന ഒരു മനോഭാവമാണത്. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എവിടെയും എത്തിയിട്ടില്ലല്ലോ എന്ന തോന്നലൊക്കെ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ക്രിസ്തുവിനെ നമുക്കറിയുകയില്ല എന്നതാണ്. നമുക്ക് ഒരു പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടാകും, തിരുനാളുകൾ ആഘോഷിക്കുന്നുണ്ടാകും, ഇതെല്ലാം ഒരു ഭാഗത്തിലൂടെ നടക്കുന്നുണ്ടെങ്കിലും പ്രിയ സഹോദരങ്ങൾ, അതൊക്കെ ഒരുപക്ഷെ സുവിശേഷ വേലകളെ സഹായിക്കുന്നുണ്ടാകാം. ഇതൊക്കെയാണെങ്കിലും ക്രിസ്തുവിനെ നാം അറിയുന്നില്ല എങ്കിൽ ഈ ആഘോഷങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടൊന്നും പ്രിയ സഹോദരങ്ങളെ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമുക്ക് മഗ്ദലേന മറിയത്തെ പോലെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചതുപോലെ ഒരു ആരാധനയുടെ മനോഭാവം, ദൈവമേ ഞങ്ങൾക്ക് ഈ നോമ്പിൻ്റെ നാടുകളിൽ ഞങ്ങൾക്ക് നൽകണമേ, തുടർന്ന് ജീവിതാവസാനം വരെ ക്രിസ്തുവിനെ കെട്ടിപ്പിടിച്ച് ആരാധിക്കാൻ വേണ്ട ഒരു അഭിഷേകം, ആഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.